അത് 6 യോഹന്നാൻ 6:21 അവനെ വള്ളത്തിൽ കയറ്റുവാൻ അവർ ആഗ്രഹിച്ചു. അത്രയേ ഉള്ളൂ, വള്ളത്തിൽ കയറ്റിയില്ല. യോഹന്നാൻ 6:21 എന്താണ്? അവനെ വള്ളത്തിൽ കയറ്റി പറഞ്ഞ അവനെ വള്ളത്തിൽ കയറ്റുവാൻ അവരാഗ്രഹിച്ചു. പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരക്കടുത്തു. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അവർ തന്നെ തുഴഞ്ഞ് കർത്താവ് വള്ളത്തെ കയറാതെ സമാന്തരമായി കടലിന് സമാന്തരമായി വള്ളത്തിന് സമാന്തരമായി സഞ്ചരിച്ചുകൊണ്ട് ഇതൊരു ഭയങ്കര ട്രെയിനിങ്ങാണ്. ഇപ്പം നമ്മൾ കോച്ചൊക്കെ ചെയ്യണ പോലെയുള്ള പരിപാടിയാണ്. ആ ഓട്ടക്കാരായാലും ശരി അതിൻ്റെ കൂടെ ഓടി കൊടുക്കും, ചിലപ്പോൾ സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ ട്രെയിനിങ്ങിൻ്റെ, അതായത് ഈശോ ഉദ്ദേശിക്കണ ഇതാണ്, നമ്മൾ തന്നെ ആ വിഷയത്തിന് പരിഹാരം കാണാൻ നമ്മുടെ കയ്യിൽ തന്നെ ദൈവം ശക്തി നിക്ഷേപിച്ചിട്ടുണ്ട്. അല്ല എന്നും കർത്താവിൻ്റെ അടുത്ത് വന്നിങ്ങനെ ധർമ്മക്കാരൻ നിൽക്കണ പോലെ നിൽക്കേണ്ട രീതി. അവർ ക്രിസ്ത്യനല്ല, ശരിക്കും പറഞ്ഞാൽ ധർമ്മക്കാരാണ്, വിശ്വാസി. അതായത് ഈശോ ഉദ്ദേശിക്കുന്നത് നമ്മളിലെ കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾക്ക് ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കും. ഇതാണ് എൻ്റെ അകത്ത് വരുന്നൊരു വിഷയം. ഞാൻ ഇങ്ങനെ പറയണത് കാര്യം, ഇപ്പം നമ്മൾ 6:6 കണ്ടത് എന്താണ്? ഒരു പ്രശ്നമുണ്ടായി. എന്ത് പറ്റി? നേരം വൈകി. രണ്ടാമത്തെ വിഷയം എന്താണ്? ജനങ്ങളെ പറഞ്ഞേക്കണം. എന്തിനാണ്? അപ്പം വാങ്ങിക്കണം. ഇതാണ് വിഷയം. അപ്പോൾ ഈശോ എന്നാ മറുപടി പറയണത്? നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അപ്പം നമ്മൾ നോക്കുമ്പോൾ അപ്പോസ്തലന്മാർ വാ വിളിച്ചു പോയി. ഞങ്ങൾക്ക് അതിനുള്ള യാതൊരു കപ്പാസിറ്റി ഇല്ലെന്നാണ് പറഞ്ഞത്. അതായത് ആ ഉള്ള കപ്പാസിറ്റിയിൽ കർത്താവിൽ ആശ്രയിച്ചിരുന്നെങ്കിലേ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരാതെ തന്നെ അപ്പം വർദ്ധിപ്പിച്ച് പോയിരാം. അതാണ് വിഷയം. കർത്താവിൻ്റെ കൈ കൊണ്ടുവന്ന് കർത്താവ് ആശ്രയിച്ച് അതിനെ കൊടുക്കാൻ എക്കാലത്തും കർത്താവിന് പറ്റുമോ? കർത്താവ് മരിച്ചുയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതു ഭാഗത്തിരിക്കുന്ന കാലത്ത് ഓരോ കുടുംബത്തിലും അപ്പമില്ലാതെ വരുമ്പോഴും ആഹാരം ഇല്ലാതെ വരുമ്പോഴൊക്കെ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ആ കൊട്ട എടുത്തിട്ട് അല്ലെങ്കിൽ ചോറും ചോറ്റും കലവും എടുത്തിട്ട് വെച്ച് ആസ്വദിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് കർത്താവ് നിങ്ങൾക്ക് തന്നെ ഇതിനുള്ള കൃപയുണ്ട്, കഴിവുണ്ട്. ആ കഴിവ് നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കാനുള്ള കഴിവ് നിങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കണം. ഇതിനാണ് ഈ ആത്മീയ മനുഷ്യനെന്ന് പറയണത്. എങ്ങനെയാണ്? കർത്താവുമായി സംയോജിക്കുന്നവൻ. കർത്താവുമായി സംയോജിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യണത്. ഇപ്പോൾ 1 കൊരിന്ത്യർ 2:18 പറയണത് കർത്താവുമായി സംയോജിക്കുന്നവൻ അവനുമായി ഏകാത്മാവായി തീരുന്നു. ഈ ആളെയാണ് പൗലോസ് അപ്പോസ്തലൻ എന്ത് പറയണത്? ആത്മീയ മനുഷ്യൻ എന്ന് പറയണത്. എന്താണ് ആത്മീയ മനുഷ്യൻ? 1 കൊരിന്ത്യർ 2:15 ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല. കർത്താവിനെ പഠിപ്പിക്കുവാൻ തക്ക വിധം അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരുണ്ട്? ഏറ്റവും അവസാനത്തെ വചനം എന്താണ്? ഞങ്ങളാകട്ടെ യേശുക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. എങ്ങനെയാണ് ഈ മനസ്സറിയണത്? കർത്താവുമായി സംയോജിക്കുന്ന അവനോടുകൂടെ ഏകാത്മാവായി തീരുന്ന വഴിയാണ്. ഞാൻ ഈ മിലിൻഡയുടെ സാക്ഷ്യമാണ് ഇപ്പോഴ് പറഞ്ഞിട്ടാണ് ഈ വചനത്തിലേക്ക് വന്നത്. മിലിൻഡ എന്താ ചെയ്തിരിക്കുന്നത്? ഉടമ്പടി എടുത്തു. മകൻ സ്പെയിനിലാണ്, ഇവിടെ ഇല്ല, നാട്ടിലില്ല. കർത്താവിൻ്റെ എല്ലാ രോഗികളും കർത്താവിൻ്റെ അടുത്തുണ്ടായിരുന്നവരാണ്. ചില രോഗികൾ മാത്രമാണ് ഇങ്ങനെ റിമോട്ടിൽ പോയിരിക്കണത്. 1-2 രോഗികൾ കർത്താവിൻ്റെ അടുത്തില്ലായിരുന്നു. ഇപ്പോൾ കർത്താവ് 2 തരം രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ അടുത്തുള്ളവരെ തൊട്ട് സുഖപ്പെടുത്തി. കുഷ്ഠരോഗി അങ്ങനെ സുഖപ്പെട്ട ആളാണ്. രക്തസ്രാവക്കാരി കർത്താവിൻ്റെ അടുത്ത് തന്നെ വന്ന് പിറകിലൂടെ വന്ന് വസ്ത്രത്തിൽ തൊട്ട് സുഖപ്പെടുത്തി. പക്ഷെ വേറെ 2 രോഗികളുണ്ട്. എന്താണ്? ശതാധിപൻ്റെ മകള് അവള് ശതാധിപൻ്റെ ഭൃത്യൻ. ആ രോഗിയെക്കുറിച്ച് ശതാധിപൻ പറയണത്, നീ ഇവിടെ നിന്നൊരു വാക്ക്, ഇപ്പം മത്തായി ശ്ലീഹായുടെ സുവിശേഷമില്ലേ 8:8, നീ ഇവിടെ നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഇൻ്റർകോണ്ടിനെൻ്റലായിട്ടുള്ള ആളാണെങ്കിലും എത്ര അകലമുള്ള ശതാധിപൻ കണ്ടുപിടിച്ചൊരു മെത്തേഡാണിത്. ശരിക്കും പറഞ്ഞാൽ ഈ റിമോട്ട് ഹീലിംഗ് എന്ന് പറയണത് ഇന്ന് എത്രയോ പേരാണ് കർത്താവിൻ്റെ അൾത്താറയിൽ
ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓൺലൈനായിട്ട് സൗഖ്യപ്പെടുന്നത് എങ്ങനെയാണ്? അതായത് ഇത് ശതാധിപൻ്റെ കാലത്ത് ഒരു ആവശ്യം വന്നപ്പോൾ ശതാധിപൻ്റെ വിശ്വാസം ഇത്തിരി വലിയൊരു വിശ്വാസമാണ്. അതുകൊണ്ട് ഈശോ അത് പറയുകയും ചെയ്ത്, ഇത്രയും വലിയ വിശ്വാസം ഇസ്രയേലിൽ പോലും കണ്ടിട്ടില്ല. അപ്പം അടുത്ത ഹീലിംഗ് അടുത്തുള്ള ആൾക്കാരെ ഹീൽ ചെയ്യണത് ഒരു മീഡിയം ഫെയ്ത്താണ്. പക്ഷേ അകലെയുള്ള ആൾക്കാരെ ഹീൽ ചെയ്യണത് വലിയ വിശ്വാസമാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ.